ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്കിന്നത്തെ ഗോൾഡ് അതുപോലെയുള്ള ബാക്കിയുള്ള എല്ലാ കറൻസി പെയറും അതിലേക്ക് വരുമ്പോൾ എങ്ങനെ എൻട്രി എടുക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ അല്ലേ, ഫസ്റ്റ് നമുക്ക് ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ, ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 4 ഹവറിലെ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഓവറിലേക്ക് ഇറങ്ങി നോക്കുകയാണെങ്കിൽ 50 മിനിറ്റിൽ ഇപ്പോൾ ഒരു BOS കിട്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ദിവസം ഞാൻ ഈ ഒരു ലെവൽസൊക്കെ കറക്റ്റായിട്ട് ഗ്രൂപ്പിലേക്ക് തന്നിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ദിവസം നോക്കുകയാണെങ്കിൽ ഒരു BOS ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു. ഓക്കെ അല്ല, അതിനുശേഷം എന്താണ് പ്രീമിയത്തിലുള്ള ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വന്നതിന് ശേഷമാണ് പ്രൈസ് പിന്നെ താഴോട്ട് വന്ന് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 50 മിനിറ്റ് നോക്കുകയാണെങ്കിൽ പുതിയൊരു BOS നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് നമുക്ക് ഈ ഒരു ഹൈ തന്നെ മാർക്ക് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ അല്ലേ, 50 മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് ഈ ഒരു ലെവൽ മാർക്ക് ചെയ്യാം. ഇതിന് ശേഷം ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയണത് നോക്കി പ്രൈസ് ഈ ഒരു ഹൈയിലേക്ക് വന്നാലും നമുക്കൊരു ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കുള്ളൂ. ഓക്കെ അല്ലേ, അപ്പോൾ ഇത് നമുക്കൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടും മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ, ഇനി മാർക്കറ്റ് വന്നിട്ടെന്താണ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് ടച്ച് ചെയ്തിട്ട് ഇവിടെ തന്നെ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് സെല്ല് നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഏറ്റവും പ്രീമിയത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സെൽ സോൺ കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, ഒരു സെല്ലിംഗ് സോൺ കാണാനായിട്ടും പറ്റും. ഒന്നെങ്കിൽ നമുക്ക് ഈ ഇൻഡ്യൂസ്മെൻറ്റ് അന്നത്തെ ദിവസം ഫസ്റ്റ് എൻട്രി നോക്കാം. ഇതിന് ശേഷം എന്താണ് ഇവിടുന്ന് മാർക്കറ്റ് വർക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു പ്രീമിയം സെൽ സോണിലേക്ക് വന്നതിന് ശേഷവും സെല്ല് നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, അതേപോലെ തന്നെ മാർക്കറ്റ് എന്താണ് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ വേറൊരു ഇൻഡ്യൂസ്മെൻ്റ് ഒന്നും ഈ ഒരു ഭാഗത്ത് എടുത്തിട്ടില്ല. അപ്പോൾ ഇതിന് മുകളിലോട്ട് ബൈയിലേക്കുള്ള ഇൻഡ്യൂസ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ഹൈയിലെ ലിക്വിഡിറ്റി എടുക്കുന്നതിന് മുന്നേ ഓക്കെ അല്ലേ, ഈ ഒരു ഹൈയിലെ ലിക്വിഡിറ്റി എടുക്കുന്നതിന് മുന്നേ എന്താണ് മാർക്കറ്റ് വന്നിട്ട് ഈ ഒരു ലിക്വിഡിറ്റി എടുക്കുന്നതിന് മുന്നേ മാർക്കറ്റ് വന്ന് ഫസ്റ്റ് ഇവിടുത്തെ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് ടച്ച് ചെയ്യുവാണെങ്കിൽ ഇതിൽ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ബൈ നോക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വന്നതിന് ശേഷമാണ് പിന്നെ ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വന്നതിന് ശേഷമാണ് ബൈയിൽ ലിക്വിഡിറ്റി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ബൈയിലേക്ക് നോക്കണ്ട. ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാതെ ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ വന്നിട്ട് ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ കൗണ്ടർ ട്രെൻഡ് എന്ന രീതിയിൽ ബൈ നോക്കാനായിട്ടും പറ്റും. ഓക്കെ അല്ലേ, അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കറൻസി പെയറിലേക്ക് വരുമ്പോൾ എങ്ങനെ എൻട്രി എടുക്കണം എന്നുള്ള കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു GBP/USD ചാർട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഒരു 4 ഹവറിലെ ലിക്വിഡിറ്റി ഏരിയ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. 4 ഹവറിൽ ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്തിട്ട് 30 മിനിറ്റിൽ എങ്ങനെ എൻട്രി എടുക്കുക എന്നുള്ള കാര്യം ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ അല്ലേ, ഇപ്പോൾ ഇത് 4 ഹവറിലെ ലിക്വിഡിറ്റിയാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ടില്ല 4 ഹവറിലൊരു ലോയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ 4 ഹവറിലെ ഹൈയിലെ ലിക്വിഡിറ്റിയൊക്കെ മാർക്കറ്റ് എടുത്തതാണ്. ഇതിന് ശേഷം എന്താണ് നമുക്ക് ഈ 4 ഹവറിൽ ലിക്വിഡിറ്റിയിലേക്ക് വന്നതിന് ശേഷം 30 മിനിറ്റ് തന്നെ ഇതുപോലെ ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ എന്താണ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇവിടെ നിന്ന് എൻട്രി എടുക്കാം, അല്ലെങ്കിൽ തൊട്ട് താഴെ ഈ ഒരു ലൈനിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്നും ബൈ നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ല, 4 ഹവറിൽ ലിക്വിഡിറ്റിയിലേക്ക് വന്നതിന് ശേഷം 30 മിനിറ്റിൽ ഇതുപോലെ ക്യാൻഡിലിൻ്റെ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ബൈ നോക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ലെവൽസും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ GBP/USD നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഇപ്പോൾ ഇവിടുന്ന് വർക്ക് ആവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഓക്കെ അല്ലേ, അതുപോലെ ബാക്കിയുള്ള പെയറിലും ഇതുപോലെ ലിക്വിഡിറ്റി ഏരിയ എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്നുള്ള കാര്യം ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ അല്ലേ, ഇപ്പോൾ ഫസ്റ്റ് എന്താണ് നമുക്ക് EUR/USD തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ EUR/USD നോക്കുകയാണെങ്കിൽ 4 ഹവറിലെ ലിക്വിഡിറ്റി എടുത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ അല്ലേ, ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഓവറിലേക്ക് ഇറങ്ങി നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്യാൻഡിൽസ് ഇവിടെ നിന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇതിന് ശേഷം എന്താണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ ഇതിന് മുകളിൽ വന്ന് ക്ലോസ് ചെയ്യുവാണെങ്കിൽ എന്താണ് പിന്നെ നമുക്ക് ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു ലൈനിലേക്ക് വീണ്ടും വന്ന് ടച്ച് ചെയ്യുമ്പോഴോ നമുക്ക് ഇവിടുന്ന് EUR/USD ബൈ നോക്കാം കേട്ടോ. അതുപോലുള്ള ബാക്കിയുള്ള ലിക്വിഡിറ്റി ലെവൽസും കൂടി ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം എന്താണ് മാർക്കറ്റ് വന്നിട്ട് ഈ ഒരു ലിക്വിഡിറ്റിയിലേക്കാണ് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നും എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇതുപോലെ 1-2 ദിവസം ഈ ലെവൽസും കാര്യങ്ങളും കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. 4 ഹവറിലൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് 4 ഹവറിലൊരു മേജർ ഇൻഡ്യൂസ്മെൻറ്റ്. പിന്നെ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസമൊക്കെ മാർക്കറ്റ് വന്ന് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ അല്ലെങ്കിൽ പ്രീമിയത്തിൽ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിലും നമുക്ക് ഇവിടെ നിന്നൊക്കെ സെല്ല് നോക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ EUR/JPY കാര്യത്തിലേക്കും വരാം. EUR/JPY നോക്കുകയാണെങ്കിൽ ഹൈയിലെ ലിക്വിഡിറ്റി എടുത്താണ് പ്രൈസ് ഇത്രയും താഴെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം ബൈയിലേക്കുള്ളൊരു ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഇത് നമുക്കൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ലോയും ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലോ എന്ന് പറയുന്നത് എന്താണ് മേജർ ലോയാണ്. അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വന്നതിന് ശേഷം എന്താണ് നമുക്ക് കൺഫർമേഷൻ കിട്ടുവാണെങ്കിലും ഇവിടെ നിന്നെല്ലാം ബൈ നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ, പ്രൈസ് നിങ്ങൾക്ക് നോക്കിയാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഞാൻ ആ ലിക്വിഡിറ്റി മാർക്ക് ചെയ്തതിൻ്റെ ഈ ഒരു അറ്റത്ത് ഇവിടെ പ്രൈസ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ, അപ്പോൾ ഇതുപോലെ നിങ്ങളത് നോക്കിയിട്ടൊന്ന് ചാർട്ടിലൂടെ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇത്രയും ലിക്വിഡിറ്റിയാണ് നമുക്ക് നോക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇതിനകത്തേക്ക് വന്നതിന് ശേഷം EUR/JPY ഇതിലേക്കൊക്കെ വന്നതിന് ശേഷം കറക്റ്റായിട്ട് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാണെങ്കിലും ബൈ നോക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ EUR/JPY കാര്യത്തിലേക്ക് വരാം. ഇതിൽ അത്രത്തോളം നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയാനായിട്ടില്ല. പ്രൈസ് ഹൈയിലേക്ക് വന്നാലേ നമുക്ക് ട്രേഡ് നോക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഒന്നെങ്കിൽ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വരണം, അല്ലെങ്കിൽ പ്രീമിയത്തിലെ ഇവിടെയുള്ള ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വരണം.
എന്നാലേ നമുക്ക് സെല്ല് നോക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ യൂറോ AUDൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും ഹൈയിലെ ലിക്വിഡിറ്റി, ഇപ്പോൾ ഇവിടുത്തെ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടൊക്കെയാണ് പ്രൈസ് താഴോട്ട് വരുന്നത്. ഇതിന് ശേഷം എന്താണ് നമുക്ക് നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ മാർക്ക് ചെയ്യണമെങ്കിൽ ഇതൊരു ഹൈ ആയിട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ ഇപ്പോൾ ലോവസ്റ്റ് ചാനലിൽ ഹൈനെ ബ്രേക്ക് ചെയ്ത് ലോയിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ അല്ല, 4 ഹവറിലൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഇതിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് എൻട്രി നോക്കാം. അതുപോലെ ഇപ്പോൾ ഈ ഒരു ലോയിൽ ലിക്വിഡിറ്റി എടുത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ അല്ലേ, യൂറോ AUDയിൽ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ബൈ നോക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ നെക്സ്റ്റ് ലിക്വിഡിറ്റി എന്ന രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. 4 ഹവറിലൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതൊരു ലോ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ അല്ല, അപ്പോൾ ഇതിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിലും നമുക്ക് ട്രേഡുകൾ നോക്കാനായിട്ട് പറ്റും. അതുപോലെ യൂറോ AUDയിൽ വരുവാണെങ്കിൽ അത്രത്തോളം നല്ല ലിക്വിഡിറ്റി എന്ന രീതിയിൽ ഇല്ല കേട്ടോ. പ്രൈസ് മുകളിലോട്ട് വന്നാലേ സാധ്യതയുള്ളൂ. ഇന്നത്തെ ദിവസം കിട്ടാൻ സാധ്യതയില്ല എന്തായാലും. ഓക്കെ അല്ല, അതുപോലെ തന്നെ യൂറോ NSTയിൽ നോക്കുവാണെങ്കിലും ഇതൊരു നല്ല ലിക്വിഡിറ്റിയാണ്. ഇതിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നിന്ന് തന്നെ പ്രൈസ് പെട്ടെന്ന് തന്നെ റിവേഴ്സിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എൻട്രി നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ല, ഇല്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലിക്വിഡിറ്റിയിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ മേജർ ലോ ആയിട്ടാണ് ഇതിൽ വരുന്നത്. ഓക്കെ അല്ലേ, ഈ ഒരു ലോയിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ബൈ നോക്കാനായിട്ട് പറ്റും. ഇനി സെല്ലിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഓക്കെ അല്ലേ, ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ ഹൈയിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിലും നമുക്ക് ട്രേഡ് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി GBP/USDൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മളോട് ഇപ്പോൾ പറഞ്ഞതാണ്. ഇവിടെ ഓൾറെഡി ഇപ്പോൾ ഏകദേശം ഒരു ട്രേഡ് വന്നിട്ടുണ്ട്. ഓക്കെ അല്ല, അതുപോലെ നെക്സ്റ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് ട്രേഡ് ഫെയിൽ ആകുകയാണെങ്കിൽ നമുക്ക് അടുത്ത് നോക്കാനായിട്ട് വരുന്നത് ഈ ഒരു മേജർ ലോയാണ്. ഇതിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ബൈ നോക്കാം GBP/USDൻ്റെ കാര്യത്തിലേക്ക് കേട്ടോ. ഇനി അതുപോലെ GBP/USDയിൽ ഈ ഒരു ഹൈയിലെ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിലും നമുക്ക് എന്താണ് സെല്ല് നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ല, അതുപോലെ JPYൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഓൾറെഡി ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ സെല്ല് കാണിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ, ഹൈയിൽ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇതിന് ശേഷം നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ മാർക്ക് ചെയ്യണമെങ്കിൽ ഈ ഹൈ നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ ആവുന്നില്ല. അതുപോലെ നെക്സ്റ്റ് ബൈയിലേക്കുള്ള ലിക്വിഡിറ്റി ഏരിയാസ് മാർക്ക് ചെയ്യണമെന്നാണെങ്കിൽ പിന്നെ മാർക്കറ്റ് ഈ ലോയിലേക്ക് വരണം. അപ്പോൾ ഇന്നത്തെ ദിവസം കിട്ടാൻ സാധ്യത കുറവാണ്. ഓക്കെ അല്ല, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിലും പ്രൈസ് ഇതിന് മുകളിലോട്ട് കറക്റ്റായിട്ട് വന്നിട്ട് നല്ലൊരു സെല്ല് കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം റൺ ചെയ്തിട്ടാണ് അടുത്തൊരു ലിക്വിഡിറ്റി എടുത്തിട്ടാണ് വരുന്നത്. പിന്നെ നോക്കണമെന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ് പിന്നെ GBP കാർഡിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതിനകത്ത് GBP/AUDയിലാണെങ്കിലും ബൈ നോക്കാനായിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഇൻഡ്യൂസ്മെൻറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഇതിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ബൈ നോക്കാം. ഓക്കെ അല്ലേ, അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി മേജർ ലോയും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹൈയിലേക്കുള്ള ലിക്വിഡിറ്റിയൊക്കെ മാർക്കറ്റ് എല്ലാം എടുത്തിട്ടാണ് ഇപ്പോൾ സെല്ല് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹൈയിലേക്ക് പുതിയ ലിക്വിഡിറ്റി നോക്കണമെന്നില്ല. ഓക്കെ അല്ലേ, അതുപോലെ തന്നെ GBP NSDൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അതുപോലെ തന്നെയാണ്. ഈ ഹൈയിലെ ലിക്വിഡിറ്റിയൊക്കെ എടുത്തതിന് ശേഷമാണ് പ്രൈസ് വീണ്ടും സെല്ല് കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ബൈയിലേക്ക് നോക്കാൻ പറ്റിയ ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇതൊരു ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ, അതുപോലെ തന്നെ ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വന്നതിന് ശേഷമാണെങ്കിലും ഇപ്പോൾ ഇന്നത്തെ ദിവസം മാർക്കറ്റ് വന്ന് ഈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുക്കുകയാണെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ GBP NSDയിൽ ഈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുക്കുകയാണെങ്കിലോ നമുക്ക് ബൈ നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ ആവുന്നില്ല. അതുപോലെ തന്നെ AUD/USDൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ലോയിലെ ലിക്വിഡിറ്റി എടുത്താണ്ടാണ് പ്രൈസ് മുകളിലോട്ട് പുഷ് ചെയ്യുന്നത്. ഇതൊരു ലിക്വിഡിറ്റി ആയിട്ട് വരും. അതേപോലെ തന്നെ ഇതും നമുക്കൊരു നല്ല ലിക്വിഡിറ്റിയാണ്. ഓക്കെ അല്ലേ, ഇവിടെ നിന്ന് തന്നെ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ബൈ നോക്കാം. ഒന്ന് ലോവറിലേക്ക് ഇറങ്ങി നോക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ട്രേഡ് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ ആവുന്നില്ലേ. അപ്പോൾ ഇതിനകത്തേക്ക് നോക്കുകയാണെങ്കിലും കറക്റ്റായിട്ട് തന്നെ ആ ഒരു നമ്മൾ GBP/USD നോക്കിയ ട്രേഡ് കറക്റ്റായിട്ട് ഇതിനകത്താണ് വന്നിരിക്കുന്നത്. സെല്ലിലേക്ക് വന്നു, അതിനുശേഷം ക്യാൻഡിലിന് മുകളിൽ ക്ലോസ് ചെയ്തു. കറക്റ്റായിട്ട് തന്നെ ഇവിടുന്ന് ടച്ച് ചെയ്തിട്ടിപ്പോൾ ടാർഗറ്റ് ഏകദേശം 1:1 പോയിട്ടുണ്ട്. നെക്സ്റ്റ് 1:2. ഓക്കെ അല്ലേ, അപ്പോൾ ഇവിടെ ഏകദേശം കറക്റ്റായിട്ട് തന്നെ ഒരു ട്രേഡ് വന്നിട്ടുണ്ട് കേട്ടോ AUD/USDയിൽ നോക്കുകയാണെങ്കിൽ. കാരണം 4 ഹവറിലെ ലിക്വിഡിറ്റി ഇവിടെ ഫസ്റ്റ് എടുത്തു. 4 ഹവറിലെ ലിക്വിഡിറ്റിയിലേക്ക് വന്നതിന് ശേഷം എന്താണ് സെല്ലേഴ്സ് ഇവിടെ നിന്ന് ട്രാപ്പായി. അതേപോലെ തന്നെ സ്ട്രോങ് ബയ്യേഴ്സ് വന്നു. നെക്സ്റ്റ് ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ട്രേഡും കിട്ടിയിട്ടുണ്ട്. ടാർഗറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് മോർണിംഗ് വന്ന ട്രേഡാണല്ലേ. ഏകദേശം ഒരു 7 മണി ആ ഒരു ടൈമിലാണെന്ന് തോന്നുന്നു. 7:30 ആ ഒരു ടൈമിലാണ് എൻട്രി വന്നിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ AUD/USDയിൽ നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏരിയ എന്ന് മാർക്ക് ചെയ്യണമെങ്കിൽ പിന്നെ സെല്ലിലേക്കുള്ള നമുക്ക് ഈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ, ഇതൊരു ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റ് സെല്ലിലേക്ക് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇതും ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. മാർക്കറ്റ് അടുത്തതായിട്ട് വന്ന ഈ ഒരു ഹൈലി ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് സെല്ല് നോക്കാം. അതുപോലെ തന്നെ ഇതൊരു മേജർ ഹൈ ആയിട്ടാണ് വരുന്നത്. അടുത്ത ദിവസം ഈ ഒരു ഹൈയിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് എന്താണ് ഇവിടുന്ന് സെല്ല് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇവിടുന്നൊക്കെ സെല്ല് നോക്കാം.
അതുപോലെ തന്നെ AUD JPY കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ലാസ്റ്റ് ദിവസത്തെ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പ്രൈസ് താഴോട്ട് വന്നത്. ഓക്കെ അല്ലേ, അതിനുശേഷം ഇതൊരു ലിക്വിഡിറ്റി, പുതിയൊരു ലിക്വിഡിറ്റി ആയിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ, ഫസ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഇന്നത്തെ ദിവസത്തേക്കുള്ളൊരു ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം, ഈ ഒരു ഹൈ. അതുപോലെ തന്നെ എന്താണ്, തൊട്ടടുത്ത് തന്നെ ഒരു മേജർ ഹൈയും കാണാനായിട്ട് പറ്റും. ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ താഴോട്ട് കിട്ടുന്നതിന് നമുക്ക് കറക്റ്റായിട്ട് തന്നെ എൻഡ് നോക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ എന്താണ്, നെക്സ്റ്റ് ഒരു ബൈയിലേക്കുള്ള ലിക്വിഡിറ്റി എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ തൊട്ടടുത്താണ് അടുത്തടുത്ത ലിക്വിഡിറ്റി ഉള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു മേജറിലോ ഇതൊക്കെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ ലോയിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ, അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ ഇത്രയും ലിക്വിഡിറ്റി ഏരിയ കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ഫസ്റ്റ് വന്ന് ഈ ഒരു ഹൈയിൽ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് എന്താണ് AUD JPY സെല്ല് നോക്കാം. ഇതിന് ശേഷം വന്നിട്ട് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ കൺഫർമേഷൻ കിട്ടുവാണെങ്കിലും ചെറിയ ബൈ എന്ന രീതിയിൽ നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, AUD കാർഡിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പുതിയ ലിക്വിഡിറ്റിയോ കാര്യങ്ങളോ ഒന്നും മാർക്ക് ചെയ്യാനായിട്ടില്ല. പിന്നെ സെല്ലിലേക്കാണ് ലിക്വിഡിറ്റി ഏരിയ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം കിട്ടാൻ സാധ്യത കുറവാണ്. NST USDൻ്റെ കാര്യത്തിൽ AUD NSTൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ഇപ്പോൾ സെല്ലിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നോക്കാനായിട്ട് പറ്റിയ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്, ഒന്ന് ഈ ഹൈ നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ലോയും നമുക്കൊരു ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാം. തൊട്ട് താഴെ തന്നെ പുതിയൊരു ലിക്വിഡിറ്റി ഉണ്ട്, ഒരു മേജർ ലോയും ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 ലിക്വിഡിറ്റിയിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിലും നമുക്ക് ട്രേഡുകൾ നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഹൈയിലെ പ്രൈസ് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലോയിൽ 2 പ്രൈസും ഇവിടെ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ, അതുപോലെ NST USDൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും ഇപ്പോൾ ആ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പ്രൈസ് മുകളിലോട്ട് വരുന്നത്. ഓക്കെ അല്ലേ, ഇതൊരു ലോ ആയിരുന്നു, ഇതിൽ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പ്രൈസ് മുകളിലോട്ട് വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത നമുക്ക് ട്രേഡുകൾ നോക്കണമെങ്കിൽ ഇതൊരു മേജർ ലോ, ഇതിലേക്ക് വന്നതിന് ശേഷം NST USDയിൽ കറക്റ്റായിട്ട് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ബൈ നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ NSTയിൽ ഇവിടുത്തെ നോക്കുകയാണെങ്കിൽ ഓവറിലേക്ക് ഇറങ്ങിയ ഇവിടെയും ആ ഒരു ട്രേഡ് കഴിഞ്ഞു. ഓക്കെ അല്ലേ, ഇതിന് മുകളിൽ സെല്ലേഴ്സ് ഒന്ന് ഡ്രോപ്പായി അതിനുശേഷം ബൈയിലേക്ക് പ്രൈസ് അത്രത്തോളം പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു ട്രേഡ് ഏകദേശം കഴിഞ്ഞു കിട്ടും. ഇതും ടാർഗറ്റ് ഹിറ്റായിരിക്കുന്നൊരു ട്രേഡാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ. ഓക്കെ അല്ലേ, അത്യാവശ്യം ഒരു 6 പോയിട്ടുണ്ട്. AUD USD നമ്മൾ നോക്കിയ പോലെ തന്നെ. ഓക്കെ അല്ലേ, അതുപോലെ NST കാർഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ പുതിയ ലിക്വിഡിറ്റി എന്ന രീതിയിൽ മാർക്ക് ചെയ്യാനില്ല. NST JPYൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈ, ഇപ്പോൾ ലോയിൽ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പ്രൈസ് അത്രയും മുകളിലോട്ട് പോയേക്കുന്നത്. ഓക്കെ അല്ലേ, ലാസ്റ്റ് ദിവസം ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പ്രൈസ് ഇത്രയും മുകളിലോട്ട് പോയേക്കുന്നത്. പിന്നെ ഹൈയിൽ ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതൊരു മേജർ ഹൈ ആണ്. ഓക്കെ അല്ലേ, ബാക്കി എല്ലാ ലിക്വിഡിറ്റി അടുത്തടുത്താണുള്ളത്. അപ്പോൾ ഇവിടെ ഇത്രത്തോളം നോക്കണമെന്നില്ല. ഈ ഒരു ഹൈയിൽ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ സെല്ല് നോക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ നെക്സ്റ്റ് ഒരു ബൈയിലേക്കുള്ള ലിക്വിഡിറ്റി എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഏതാണ് വരുന്നത്, ഇത് നമുക്കൊരു ലോ ആയിട്ട് എടുക്കാം. ഇതിലേക്ക് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ബൈ നോക്കാം. അതുപോലെ തന്നെ ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിലേക്ക് 2ലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിലും ബൈ നോക്കാം. ഹൈയിലേക്ക് വരുവാണെങ്കിൽ സെല്ല് നോക്കാം കേട്ടോ. USD JPYയിൽ നോക്കുകയാണെങ്കിൽ പുതിയ ലിക്വിഡിറ്റി എന്ന രീതിയിൽ മാർക്ക് ചെയ്യാനായിട്ടില്ല കേട്ടോ, ലോയിലാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം കിട്ടാൻ സാധ്യത കുറവാണ്. USD കാർഡിലേക്ക് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ്. CAD JPYയിലേക്ക് വരുവാണെങ്കിൽ അതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പേരുകളാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇതിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ഓരോ സെക്ഷൻ ടൈമൊക്കെ നോക്കിയിട്ട് അങ്ങനെ ട്രേഡുകൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരുമ്പോൾ അതിന് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ എൻഡ് എടുക്കണം എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം കേട്ടോ.